കഴിഞ്ഞ ആഴ്ച ക്ലാസ് മുടങ്ങി, പിന്നെ എടുക്കാൻ പറ്റിയിട്ടില്ല, വിട്ടുപോയി. കേൾക്കുന്നില്ലേ? പിന്നെ അവിടെ എത്രാമത്തെ നോമ്പ്? 8ാമത്തെ ആയിരിക്കും അല്ലേ സൗദിയിൽ? ഇവിടെ 7ാമത്തെ നോമ്പാണ്. പിന്നെ ഇൻഷാ അല്ലാഹ് ഞാൻ തമിഴ്നാട്ടിലാണ് ഉള്ളത്. ആ, കീഴക്കര. നോമ്പിന് സാധാരണ ഇവിടെ വരാറുള്ളത് റമളാനിന് തറാവീഹിൽ ഖത്മുൽ ഖുർആൻ ചെയ്യാൻ വേണ്ടിയിട്ട്. തമിഴ്നാട് കീഴക്കര. കീഴക്കര ഏർവാടിനടുത്താണ്. സദഖത്തുല്ലാഹിൽ ഖാഹിരി, നമ്മളെ ഖുതുബിയ്യത്ത് എഴുതിയ മാദിഹുർ റസൂൽ സദഖത്തുല്ലാഹിൽ ഖാഹിരി, അവരുടെ മഖാം ഇവിടെയുള്ളത്. ഈ കല്ലുപള്ളി, ജിന്നുപള്ളി എന്നൊക്കെ കേൾക്കുന്നില്ലേ തമിഴ്നാട്? ഇതാ. പിന്നെ ഓതിക്കോളി, ഓതിക്കോളി. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. റായിനിക്ക് ഷദ്ദ് വരട്ടെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. بسم الله الرحمن الرحيم. لا يسمعون حسيسها وهم فيما اشتهت أنفسهم خالدون. മാ നീട്ടരുത്. മദ്ദക്ഷരത്തിന് ശേഷം സുക്കൂൻ വന്നു കഴിഞ്ഞാൽ മദ്ദക്ഷരത്തെ നീട്ടില്ല. ഇവിടെ മീമിൻ്റെ ശേഷമുള്ള അലിഫ്, ആ മദ്ദക്ഷരമായ അലിഫിന് ശേഷം സുക്കൂൻ വന്നു. ഷീന് സുക്കൂനല്ലേ? അപ്പോൾ മഷ്തഹത്ത് എന്നേ ഓതു. മാഷ്തഹത്ത്, മാ എന്ന് നീട്ടില്ല. മദ്ദക്ഷരത്തിന് ശേഷം സുക്കൂൻ വന്നാൽ മദ്ദക്ഷരത്തെ കളയും, ഓത്തിലുണ്ടാവില്ല. لا يسمعون حسيسها وهم فيما اشتهت أنفسهم خالدون. لا يحزنهم الفزع الأكبر. وتلقاهم الملائكة. രണ്ട് താ ഉണ്ട് അവിടെ. وتتلقاهم الملائكة هذا يومكم الذي كنتم توعدون. നൂന് കേൾക്കരുത്, നൂന് തീരെ കേൾക്കരുത്. അതിൻ്റെ തരിമൂക്കുന്നുള്ള മണി മാത്രമേ ഉണ്ടാകാൻ പാടുള്ളൂ. هذا يومكم الذي كنتم توعدون. هذا يومكم الذي كنتم توعدون. كنتم توعدون. നമ്മൾ പറഞ്ഞിട്ടില്ലേ, നൂനിൻ്റെ മഖറജിൽ തട്ടാനേ പാടില്ല. തരിമൂക്കുന്നുള്ള മണി മാത്രം, നൂന് വരാനേ പാടില്ല. കുൻ എന്ന് കേൾക്കരുത്. കുന്തും കുന്തും തുഅദൂൻ. നൂന് വരുന്നുണ്ട്, കുൻ എന്ന് കേൾക്കരുത്. തരിമൂക്കുന്ന സംഗതി മാത്രം, സംഗതിയെ വരാൻ പാടുള്ളൂ, അക്ഷരം വരരുത്. هذا يومكم الذي كنتم توعدون. يوم نطوي السماء
كطي السجل الكتب كطي السجل للكتب كطي السجل للكتب كطي السجل للكتب سجل للكتب سجل للكتب كطي السجل للكتب സിജില്ലിൽ കുതുബ് എന്ന് പറഞ്ഞാൽ എന്തായി? സിജില്ലിൽ എന്ന് പറഞ്ഞാൽ ഒരു ലാമേ വന്നിട്ടുള്ളൂ. സിജില്ലിൽ ലിൽ രണ്ട് ലാമുണ്ട്. ഷദ്ദുള്ള ലാമിന് ശേഷം രണ്ട് ലാമുണ്ട്. കത്വയ്യി സിജില്ലിൽ കുതുബ്. ഖൽഖലത്തിന്റെ അക്ഷരമാണ്. ഖൽഖലത്തിന്റെ അക്ഷരം നമ്മൾ പറഞ്ഞിട്ടില്ലേ? ഖുതുബ് ജദ്. ഖുതുബ് ജദ് അത് പ്രസ് ചെയ്തിട്ട് ഉച്ചരിക്കാൻ പറ്റും. സ്വന്തമായി സുക്കൂൻ ചെയ്യാൻ പറ്റുന്ന അക്ഷരങ്ങളാണ്. ഈ സ്വന്തമായി സുക്കൂൻ ചെയ്യാൻ പറ്റുക എന്ന് പറഞ്ഞാൽ മനസ്സിലായില്ലേ? എന്താ സ്വന്തമായി നമ്മൾ സ്വന്തമായി സുക്കൂൻ ചെയ്യാൻ പറ്റുക എന്ന് പറഞ്ഞാൽ ബാക്കി അക്ഷരങ്ങളൊന്നും അങ്ങനെ ചെയ്യാൻ പറ്റൂല. തു എന്ന് പറയാൻ പറ്റൂല. തു അറ്റ് നാനീനു അൻ മാമീമു അം എന്തില്ല? മാമീമു മ് അങ്ങനെയൊന്നുമില്ല. ലാലീലു ല് ഇല്ല. പിന്നെ ലാലീലു അൽ സീസു അസ് ഷീഷു അഷ്. അതാ സ്വന്തമായി സുക്കൂൻ ചെയ്യാൻ പറ്റുക എന്ന് പറഞ്ഞു. സഹായമില്ലാതെ സുക്കൂൻ ചെയ്യാൻ പറ്റുന്ന അക്ഷരങ്ങളാണ് ഖൽഖലത്തിൻ്റെ അക്ഷരങ്ങൾ. അപ്പോൾ ബ് എന്ന് തന്നെ വരണം. എന്ത് പറ്റൂല? കുതുബ് എന്ന് പറ്റൂല. കുതുബ്. പിന്നെ كما بدأنا بدأ عين الهمز كما بدأنا أول خلق نعيده كما بدأنا أول خلق نعيده وعدا علينا إنا كنا فاعلين ولقد كتبنا في الزبور ولقد كتبنا في الزبور من بعد الذكر أن الأرض അങ്ങനെ നിർത്തരുത്. അർള നിർത്തരുത്. നിർത്തുമ്പോൾ അന്നൽ അർദു അർദ് സുക്കൂനുണ്ട്. أن الأرض يرثها عبادي الصالحون. ഇല്ലല്ലോ, അങ്ങനെ ഉണ്ട് അവിടെ. ഇബാദി അസ്സാലിഹൂൻ കൂട്ടി ഒതുക്കോ? അത് യാ ആണ്. താഴെ പുള്ളിയില്ലെങ്കിൽ സംഗതി യാ ആണ്. ഇബാദി അസ്സാലിഹൂൻ. عبادي الصالحون إن في هذا لبلاغا لقوم عابدين. അവിടെയും നൂന് കേൾക്കരുത്. ബലാഗൻ എന്ന് കേൾക്കരുത്. ബലാഗല്ലി നൂനില്ലല്ലോ. ബിലാഗുന്നന്റെ സമയത്ത് ഷദ്ദുള്ള ലാമേ ഉള്ളൂ. തൻവീന് കേൾക്കരുത്. അവിടെ കേൾക്കണം. നമ്മൾ ഈ സുക്കൂനുള്ള നൂനിനെ തൻവീനിൻ്റെ നിയമങ്ങളിൽ ഇൽഹാറിൻ്റെ സ്ഥലത്ത് മാത്രമേ തൻവീനും സുക്കൂനുള്ള നൂനും കേൾക്കാൻ പാടുള്ളൂ. വേറെ എവിടെയും കേൾക്കരുത്. എവിടെ ഇൽഹാറാണ്? ഖൗമിൻ ആബിദീൻ അവിടെ കേൾക്കണം. ബാക്കിയുള്ള ഒരിടത്തും ഇൽഹാർ അല്ലാത്തൊരു സ്ഥലത്തും കേൾക്കരുത്. لقوم عابدين وما أرسلناك إلا رحمة
അത് കേട്ടല്ലോ, റഹ്മത്തൻ ലിൽ എന്ന് അവിടെ തൻവീന് കേട്ടു, കേൾക്കരുത്. رحمة وما أرسلناك إلا رحمة للعالمين. എന്തേ? وما أرسلناك إلا رحمة للعالمين. قل إنما يوحى إلي أنما إلهكم إله واحد. ദാല് കേൾക്കണം. ഇലാഹുക്കും ഇലാഹും വാഹിദ്. വാഹിദ് പറ്റൂല, വാഹിദ്. ഇലാഹുക്കും ഇലാഹും വാഹിദ്. വാഹിദ് എന്താ വാഹിദ്? കേൾക്കുന്നില്ലേ എൻ്റെ വോയിസ്? അതന്നെ, ഇന്നമ ഇലാഹുക്കും ഇലാഹും വാഹിദ് പറ്റൂല. നമ്മളിപ്പോൾ പറഞ്ഞല്ലേ സുക്കൂന് വെക്കണം. ദാല് ഖൽഖലത്തിൻ്റെ അക്ഷരമാണ്. എൻ്റെ സൗണ്ട് കേൾക്കുന്നില്ലേ? അപ്പോൾ അന്നമാ ഇലാഹുക്കും ഇലാഹും വാഹിദ്. قل إنما يوحى إلي أنما إلهكم إله واحد. വാഹിദ് പറ്റൂല, വാഹിദ്. إله واحد. وهل أنتم مسلمون؟ فإن تولوا فقل آذنتكم على سواء. ആദൻതുക്കും അവിടെ നൂന് കേൾക്കരുത്. ആദൻതുക്കും അലാ സവാ. آذنتكم على سواء. وإن أدري أقريب أم بعيد ما توعدون. മാ തുഅദൂൻ അവസാനത്തെ നൂന് കേൾക്കണം. ما توعدون. അഖരീബും അവിടെ അഖരീബും എന്നല്ല കേട്ടോ, അഖരീബുൻ. അവിടെ എന്താ നിയമം? അഖരീബുൻ ഇദ്ഹാറാണ്. അപ്പോൾ അഖരീബുൻ തൻവീന് കേൾക്കണം. أقريب أم بعيد ما توعدون. إنه يعلم الجهر من القول ويعلم ما تكتمون. وإن أدري لعله فتنة لكم ومتاع إلى حين. لعله فتنة لكم ومتاع إلى حين. لعله فتنة لكم ومتاع إلى حين. قال ربكم بالحق وربنا الرحمن المستعان على ما تصفون. قال رب احكم بالحق. قال ربكم بالحق. ബിൽഹക്ക് പറ്റൂല, ഖാഫാണ്. ഖാഫ് നല്ല കനിപ്പിച്ച് നിർത്തണം. ബിൽഹക്ക് ബിൽഹക്ക്. എന്താ നിർത്താനൊരു മടി? ഹക്ക് ഹക്ക് ആയി പോന്നല്ലോ. ബിൽഹക്ക്
قال رب احكم بالحق وربنا الرحمن المستعان على ما تصفون. حسبك حسبك أحسنت مبروك بارك الله. പിന്നെ സൂറത്തുൽ ഹജ്ജ്. രണ്ട് സംശയമുണ്ട് ചോദിക്കട്ടെ. ഈ പിന്നെ ആയത്ത് 104 അവ്വല ഖൽഖിൻ നുഈദുഹു എന്നിട്ടാണ് ചെറിയൊരു വാവില്ലേ? അപ്പൊ ആടെ വഖഫ് ചെയ്യുമ്പോ നുഈദുഹു തന്നെ വെക്കണ്ടല്ല? നുഈദു നമ്മളത് ഹൗൽ ലമീറിന്റെ വിഷയം പറഞ്ഞിട്ടില്ലേ? അവ്വല ഖൽഖിൻ നുഈദു എന്ന വഖഫ് ചെയ്യേണ്ടത്. അത് പറയാം. അപ്പോൾ ഓതുന്നതിന് മുമ്പ് അത് പറയാം. ഹൗൽ ലമീർ, ലമീറിൻ്റെ ഹാ അല്ലേ, അതിൻ്റെ നിയമങ്ങൾ നമ്മൾ തജ്വീദുമായി ബന്ധപ്പെട്ട പാരായണവുമായി ബന്ധപ്പെട്ട ഹൗൽ ലമീറിൻ്റെ നിയമങ്ങൾ സെപ്പറേറ്റ് ആണ്. ഹൗൽ ലമീർ എന്ന് പറഞ്ഞാൽ അത്, അവൻ, ഇത്, ഇവൻ എന്ന് സൂചിപ്പിക്കാൻ വേണ്ടി വരുന്നതാണ് ഹൗൽ ലമീർ. അത്, അവൻ, ഇത്, ഇവൻ. റൗഫ് കേൾക്കുന്നില്ലേ? അത്, അവൻ. മനസ്സിലായി? അപ്പം നമ്മളെന്ത് പറയാം? പിന്നെ റഅയ്തു അല്ല ജാഅനി ഗുലാമുഹു. ജാഅനി ഗുലാമുഹു എന്ന് പറഞ്ഞാൽ അവൻ്റെ കുട്ടി എൻ്റെ അടുക്കലേക്ക് വന്നു. വറഅയ്തു ഗുലാമഹു, അവൻ്റെ കുട്ടിയെ ഞാൻ കണ്ടു. വമറർതു ബി ഗുലാമിഹി, അവൻ്റെ കുട്ടിയുടെ അരികിലൂടെ ഞാൻ നടന്നുപോയി. അപ്പോൾ എന്ത്? അവൻ്റെ, ഗുലാമഹു, ഗുലാമുഹു, ഗുലാമിഹി, അവൻ്റെ കുട്ടി എന്നർത്ഥത്തിനിക്ക്. കിതാബഹു, എന്താണ് കിതാബഹു? കിതാബുഹു എന്ന് പറഞ്ഞാൽ എൻ്റെ കിതാബ്. ജവ്വാലുഹു, എൻ്റെ ഫോൺ, അല്ല അവൻ്റെ ഫോൺ. ജവ്വാലുഹു, അവൻ്റെ ഫോൺ. കിതാബുഹു, അവൻ്റെ കിതാബ്. അപ്പോൾ അവൻ്റെ, അത്, ഇവൻ്റെ, ഇത് എന്നർത്ഥത്തിനേക്കാണ് വരുന്നത്. ഓക്കെ. പിന്നെ ഈ ഹൗൽ ലമീറിന് ഹർക്കത്ത് കിട്ടുന്നത്, ഹൗൽ ലമീറിന് കൊടുക്കുന്ന ഹർക്കത്ത് തൊട്ട് മുമ്പുള്ള അക്ഷരം നോക്കിയിട്ടാണ്. ഹൗൽ ലമീറിന് തൊട്ട് മുമ്പുള്ളത് ഫത്ഹോ ലമ്മോ ആണെങ്കിൽ ഹൗൽ ലമീറിന് ലമ്മോ കൊടുക്കും. ഹൗൽ ലമീറിന് തൊട്ട് മുമ്പുള്ള ഹർക്കത്ത് കസ്റാണെങ്കിൽ ഹൗൽ ലമീറിന് കസ്ർ കൊടുക്കും. സിമ്പിൾ. ഹൗൽ ലമീറിന് തൊട്ട് മുമ്പുള്ളത് ഹർക്കത്ത് ഫത്ഹോ ലമ്മോ ആണെങ്കിൽ ഹൗൽ ലമീറിനേക്ക് ലമ്മ് കിട്ടും. തൊട്ട് മുമ്പ് കസ്റാണെങ്കിൽ ഹൗൽ ലമീറിനേക്ക് കസ്ർ കിട്ടും. ഒരു ഉദാഹരണം നമ്മൾ നോക്കി. ഇപ്പോൾ നമ്മൾ ഓതിയ സ്ഥലത്തല്ലേ നുഈദു, അവിടെ ഹൗൽ ലമീറിനേക്ക് ലമ്മ. കാരണം തൊട്ട് മുമ്പ് ലമ്മാണ്. തൊട്ട് മുമ്പ് ലമ്മായതുകൊണ്ട്. നമുക്ക് വേറൊരു ഉദാഹരണം എടുത്ത് നോക്ക്. ഓക്കെ, വേറൊരു ഉദാഹരണം പറഞ്ഞേ. ഇപ്പോൾ ഇവിടെ നോക്ക്. ഇപ്പം നമ്മൾ 110 ആയത്തിൻ്റെ തുടക്കത്തിൽ ഇന്നഹു എന്ന് കണ്ടില്ലേ? ഇന്നഹു തീർച്ചയായും അവൻ എന്നർത്ഥത്തിലേക്ക് അള്ളാഹുവെ കുറിച്ചാണ് പറയുന്നത്. അള്ളാഹുവിലേക്കാണ് അത് മടങ്ങുന്നത്. അവൻ. അപ്പം എന്തായി? ഹൗൽ ലമീറിനേക്ക് ലമ്മ കിട്ടി. കാരണം തൊട്ട് മുമ്പ് എന്താണ്? ഫത്ഹാണ്. ഫത്ഹോ ലമ്മോ ആണെങ്കിൽ ലമ്മ കിട്ടും, കസ്റാണെങ്കിൽ കസ്ർ കിട്ടും. നമ്മൾ വേറെ പിന്നെ ഉദാഹരണങ്ങൾ നോക്കിയാൽ കിട്ടും. ഇപ്പം ലഹു അല്ലേ, ലഹു നമ്മൾ പറയാറുണ്ട്. ലഹു എന്നുള്ള ലമീറാണ്. അപ്പോൾ എന്തായി? ലഹൂന്ന് ലമ്മ് കിട്ടി. കാരണം തൊട്ട് മുമ്പ് ഫത്ഹ ആയതുകൊണ്ട്. നമ്മൾ ശേഷം ഓതാൻ പോകുന്ന ഭാഗങ്ങൾ നോക്കിയാലും മതി, കിട്ടും. ഇനി ഓതാൻ പോകുന്ന സൂറത്തുൽ ഹജ്ജിൻ്റെ എവിടെ ഹൗൽ ലമീറിന് കസ്ർ കിട്ടിയ രൂപമുണ്ടോ? ഹൗൽ ലമീറിന് തൊട്ട് മുമ്പ് സുക്കൂനുള്ള യാ ആണെങ്കിലും കസ്ർ കിട്ടും കേട്ടോ. സുക്കൂനുള്ള യാ ആണെങ്കിലും കസ്ർ കിട്ടും, കസ്റാണെങ്കിലും കസ്ർ കിട്ടും. എവിടെ അതിൻ്റെ രൂപങ്ങളൊന്നും വരുന്നില്ലല്ലോ. കണ്ടോ ഇവിടെ? ഇപ്പോൾ ഞാൻ മറിച്ച ഭാഗം 9-ാമത്തെ ആയത്ത് സാനിയ അലൈഹി അല്ലേ, സുക്കൂനുള്ള ആയതുകൊണ്ട് കസ്ർ കിട്ടി. അതേപോലെ വയഹ്ദീഹി, അതേ ആയത്തിൽ തന്നെ വയഹ്ദീഹിന്ന് കണ്ടില്ലേ? അവിടെ എന്തായി? സുക്കൂനുള്ള യാ ആണ്. ആ സുക്കൂനുള്ള യാ ലീനിൻ്റെ യാ ആവട്ടെ മദ്ദിൻ്റെ യാ ആവട്ടെ. അലൈഹിയിലുള്ള യാ
അലൈഹിയിലുള്ള യാ ലീനിൻ്റെ യാ ആണ്. വയഹ്ദീഹിയിലുള്ള യാ മദ്ദിൻ്റെ യാ ആണ്. അപ്പൊ അവിടെ വഖഫ് ചെയ്യുമ്പോ യഹ്ദീ എന്നാവുക. ആ വയഹ്ദീ കുതിബ അലൈഹി. റൗഫ്ക്ക് മനസ്സിലാകുന്നില്ലേ എൻ്റെ വോയിസ്? എന്താ ക്ലിയർ ആകുന്നില്ല വോയിസ്? ഇപ്പം ക്ലിയർ ആണ്. ആ അപ്പം മദ്ദക്ഷരാവട്ടെ ലീനക്ഷരാവട്ടെ സുക്കൂനുള്ള ആണെങ്കിൽ കസർ കിട്ടും. പിന്നെ നമ്മൾ തൊട്ട് ഞാൻ ഇപ്പം മറച്ച ഭാഗം നോക്കിക്കോ. പിന്നെ സാനിയ ഇത്ഫിഹി അല്ലേ, സാനിയ ഇത്ഫിഹി അവിടെ എന്ത് വന്നു? ഹൗൽ ലമീറിന് കസർ വന്നു. കാരണം തൊട്ട് മുമ്പ് എന്താണ്? 9-ാമത്തെ ആയത്ത് കണ്ടില്ലേ? 9-ാമത്തെ ആയത്തിൻ്റെ തുടക്കം സാനിയ ഇത്ഫിഹി ലിയുദിൽ അവിടെ കണ്ടല്ലോ അല്ലേ? അപ്പോൾ നമ്മൾ ചുരുക്കി പറഞ്ഞാൽ അത്രയേ ഉള്ളൂ. ബിഹി, ബിഹി എന്നുള്ള ലമീർ ബിഹി എന്ന് പറയുന്ന സമയത്ത് ഞാനിപ്പോൾ മറിച്ച പേജിൻ്റെ അവസാനത്തിന് മുമ്പുള്ള ലൈനിൽ കണ്ടില്ലേ? ഫൈന സാബഹു ഖൈറുൻ ഇത്മഅന്ന ബിഹി, ബിഹി എന്നുണ്ടില്ലേ? വജിഹി എന്നുണ്ടില്ലേ? ഇപ്പോൾ ലാസ്റ്റ് എൻ്റെ പേജിലുള്ള ലാസ്റ്റ് ഫിത്നതുനി ഖലബ അല വജിഹിഹി അവിടെ എന്തായി? തൊട്ട് മുമ്പ് കസറായതുകൊണ്ട് കസറില്ല. അപ്പോൾ നമ്മൾ ചുരുക്കി പറഞ്ഞാൽ ഹൗൽ ലമീറിൻ്റെ തൊട്ട് മുമ്പ് ഫത്ഹോ ലമ്മോ ആണെങ്കിൽ ലമ്മ് കിട്ടും, കസറോ സുക്കൂനുള്ള യാ ആണെങ്കിൽ കസർ കിട്ടും. ഇനി അതിൻ്റെ നിയമം ഹൗൽ ലമീറിനിക്ക് തൊട്ട് മുമ്പും തൊട്ട് ശേഷവും ഹറക്കത്തുള്ളതാണെങ്കിൽ, ഹൗൽ ലമീറിൻ്റെ മുമ്പും ശേഷവും ഹറക്കത്തുള്ളതാണെങ്കിൽ ഹൗൽ ലമീറിനെ നീട്ടണം, ചെറിയ മദ്ദിൻ്റെ അളവിൽ നീട്ടണം. പോയിന്റ് നമ്പർ 1. രണ്ടാമത്തെ പോയിന്റ്, ശേഷമുള്ള ഹറക്കത്ത് ഹംസ ആണെങ്കിൽ വലിയ മദ്ദാക്കി നീട്ടണം. ഹൗൽ ലമീറിന് മുമ്പും ശേഷവും ഹറക്കത്തുള്ളതാണെങ്കിൽ ഹൗൽ ലമീറിനെ നീട്ടണം. എത്ര? ചെറിയ മദ്ദിൻ്റെ അളവിൽ, മദ്ദുൽ അസ്ലിയാക്കി നീട്ടണം. രണ്ടാമത്തേത്, ശേഷമുള്ള ഹറക്കത്ത് ഹംസ ആണെങ്കിൽ വലിയ മദ്ദാക്കി നീട്ടണം, മദ്ദുൽ മുൻഫസിലാവും. ഇനി ഹൗൽ ലമീറിൻ്റെ മുമ്പോ ശേഷമോ സുക്കൂന് വന്നു, അല്ലെങ്കിൽ രണ്ടും സുക്കൂനായി എങ്കിൽ നീട്ടരുത്, തീരെ നീട്ടരുത്. കഴിഞ്ഞു. ഇതാണ് ഹൗൽ ലമീറിൻ്റെ നിയമം. ഹൗൽ ലമീറിൻ്റെ മുമ്പും ശേഷവും ഹറക്കത്തുള്ളതാണെങ്കിൽ ചെറിയ അളവിൽ നീട്ടണം. ശേഷമുള്ള ഹറക്കത്ത് ഹംസ ആണെങ്കിൽ വലിയ മദ്ദാക്കി നീട്ടണം. ഇനി മുമ്പോ ശേഷമോ രണ്ടിടത്തും അല്ലെങ്കിൽ രണ്ടിടത്തും സുക്കൂനാണെങ്കിൽ ഹൗൽ ലമീറിനെ നീട്ടരുത്. നമ്മൾ നോക്ക്, നമ്മളിപ്പം മറിച്ച 4-ാമത്തെ ആയത്തിൽ കുതിബ അലൈഹി അന്നഹു മൻ തവല്ല അവിടെ കണ്ടില്ലേ? അവിടെ അലൈഹി നമ്മൾ നീട്ടിയോ? കാരണം എന്താണ്? തൊട്ട് ശേഷം ഹർക്കത്തുള്ളതാണെങ്കിൽ തൊട്ട് മുമ്പ് സുക്കൂനാണ്. ഇനി നമ്മൾ അന്നഹു അവിടെ നീട്ടിയില്ലേ? അന്നഹു മൻ തവല്ല, അന്നഹു അവിടെ ഒരു വാവ്, കുട്ടി വാവ് ഇട്ട് കൊടുത്തിട്ട് നീട്ട് കൊടുക്കണം. കുട്ടി വാവ് ഇട്ട് കൊടുത്തിട്ട് കണ്ടില്ലേ? ആ കുട്ടി വാവ് എന്തിനെ സൂചിപ്പിക്കുന്നു? നീട്ടണം എന്നതിനെ സൂചിപ്പിക്കുന്നു അല്ലേ? നീട്ടണം എന്നതിനെ സൂചിപ്പിക്കുന്ന കുട്ടി വാവാണ്. എന്തുകൊണ്ടാണ് നീട്ടുന്നത്? തൊട്ട് മുമ്പ് ഫത്തഹുണ്ട്, തൊട്ട് ശേഷവും ഫത്തഹുണ്ട്, ഹറക്കത്തുണ്ട്. ഫത്തഹാണോന്നില്ല, ഹറക്കത്തായാൽ മതി. ഏത് ഹറക്കത്താണെങ്കിലും നീട്ടും. ഏത് ഹറക്കത്താണെങ്കിലും നീട്ടൽ. എന്തുകൊണ്ട് നീട്ടൽ ഒഴിവാകുന്നത്? ശേഷമുള്ള ഹർക്കത്തും കൂടി വരുമ്പോഴാണ് മദ് വരുന്നത് തന്നെ. നമ്മളെ മുൻഫസിൽ നമ്മൾ മദ്ദിനെ കുറിച്ച് പറയുന്ന സമയത്ത് പറയല്ലേ, എന്താണ്? ശേഷമുള്ള കാരണം കൂടി വരുമ്പോഴാണ് വലിയ മദ്ദാകുന്നത്. അതേപോലെ ഇവിടെ ഈ ഹൗൽ ലമീറിനേക്ക് മദ് വരണമെങ്കിൽ എന്ത് വേണം? രണ്ട് കാരണങ്ങൾ. തൊട്ട് മുമ്പും ഹർക്കത്താവണം, തൊട്ട് ശേഷം ഹർക്കത്താവണം. നമ്മൾ നിർത്തുന്ന സമയത്ത് തൊട്ട് ശേഷത്തെ ഹർക്കത്ത് വരുന്നേ ഇല്ല, കൂട്ടി വെക്കുന്ന സമയത്തല്ലേ ഹർക്കത്ത് വരുന്നുള്ളൂ. അതുകൊണ്ട് നീട്ടാനില്ല. പോയിന്റ് മനസ്സിലായിട്ടുണ്ടാവും. കുറച്ച് ടഫ് ഉണ്ടാവും, ആലോചിച്ച സിമ്പിളാണ്. ഇങ്ങനത്തെ കുറേ നമുക്ക് കിതാബ് നോക്കിയാൽ കിട്ടാത്ത കുറേ കാര്യങ്ങളുണ്ട്. ഉസ്താമാരുന്നേ കിട്ടും ഇതൊക്കെ. നമ്മളിപ്പോൾ വേറെ പിന്നെ ഭാഗങ്ങളൊക്കെ എടുത്ത് നോക്കിയാൽ മനസ്സിലാവും. നമ്മൾക്ക് കുറച്ച് ഉദാഹരണങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ സിമ്പിളാവും, നമ്മളെ മനസ്സിൽ ഉറക്കും.
ഇവിടെ നോക്ക്, ഞാൻ ഇപ്പം നേരത്തെ പറഞ്ഞ ഉദാഹരണം അല്ല, 9-ാമത്തെ ആയത്തിൻ്റെ തുടക്കം എൻ്റെ ഇത് നോക്ക് റൂഫ്ക, സ്ക്രീൻ നോക്ക്. 9-ാമത്തെ ആയത്ത് അവിടെ കണ്ടില്ലേ? ആ ഹായിനെ നീട്ടിയോ ഇല്ലേ? നീട്ടി. കാരണം എന്താണ്? മുമ്പ് ശേഷം ഹർക്കത്ത്, മുമ്പ് ഗസറുണ്ട്, ശേഷവും ഗസറുണ്ട്. അതുകൊണ്ട് നമ്മളവിടെ ഒരു കുട്ടി യാ ഇട്ട് കൊടുത്തിട്ട് കണ്ടില്ലേ? ഇത് യായിൻ്റെ ചിഹ്നമാണ്, കുട്ടി യായിൻ്റെ ചിഹ്നമാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്, നീട്ടണം എന്നർത്ഥത്തിനിക്ക്. അപ്പോൾ അവിടെ പിന്നെ ഈ ലമീറിൻ്റെ ഹായിന് ഗസർ കിട്ടാൻ കാരണം എന്ത്? തൊട്ട് മുമ്പ് ഗസറാണ്. തൊട്ട് മുമ്പ് ഗസറായതുകൊണ്ട് ലമീറിൻ്റെ ഹായിൻ്റെ ഹർക്കത്ത് ഗസറായി. മുമ്പും ശേഷവും ഹർക്കത്തുള്ളത് കൊണ്ട് ഹായിനെ നീട്ടേണ്ടതുമുണ്ട്, നീട്ടുകയും ചെയ്തു. അപ്പോൾ നമ്മളവിടെ നിർത്തുന്ന സമയത്ത് എങ്ങനെ നിർത്തും? എന്ന് നിർത്തില്ല. പിന്നെയോ കാരണം തൊട്ട് ശേഷമുള്ള ഹർക്കത്ത് വരാത്തതുകൊണ്ട് നീട്ടാനുള്ള വകുപ്പില്ല. ഇനി നോക്ക്, അതേ ആയത്തിൽ തന്നെ നമ്മൾ കണ്ടില്ലേ? 9-ാമത്തെ ആയത്ത് വനുദീഖുഹു എന്ന് കണ്ടില്ലേ? കണ്ടോ റോഫ്? കണ്ടോ ഷാനിക്ക? ആന്ന് നമ്മളിപ്പോൾ പറഞ്ഞു. അവിടെ കണ്ടില്ലേ? അവിടെ ഹൗൽ ലമീറിനിക്ക് ലമ്മ് കിട്ടി. കാരണം എന്താണ്? തൊട്ട് മുമ്പ് ലമ്മായതുകൊണ്ട്. ഹൗൽ ലമീറിനെ നീട്ടി. എന്തുകൊണ്ട്? തൊട്ട് മുമ്പും തൊട്ട് ശേഷവും ഹറക്കത്താണ്. ഇനി നമുക്ക് പിന്നെ ഹംസ് വന്നിട്ടുള്ള ഉദാഹരണം കൂടെ കിട്ടിക്കഴിഞ്ഞാൽ സിമ്പിളായി, എല്ലാം റെഡിയാവും. ഹൗൽ ലമീറിന് ശേഷം ഹംസ് വരുന്ന സമയത്ത് വലിയ മദ്ദാവും. ഹംസ് അല്ലാത്ത ഹറക്കത്താണെങ്കിൽ ചെറിയ മദ്. എവിടെ ഹംസ് വന്നിട്ടുള്ള ഉദാഹരണം? വേഗം നോക്ക്, പരിധിയാ കിട്ടും. ആവശ്യത്തിന് നോക്കുമ്പോൾ കിട്ടൂല, അല്ലെങ്കിൽ ഇങ്ങനെ ഉണ്ടാവും. ഇല്ലേ? 13-ാമത്തെ ആയത്തിലുണ്ട്. കൊടുത്തു. അതെ 13-ാമത്തെ ആയത്ത്. കണ്ടില്ലേ? അവിടെ എന്തായി? ഹൗൽ ലമീറിന് ലമ്മ് കിട്ടി. കാരണം തൊട്ട് മുമ്പ് ലമ്മായതുകൊണ്ട്. ഹൗൽ ലമീറിനെ വലിയ മദ്ദാക്കി നീട്ടി. കാരണം തൊട്ട് മുമ്പും തൊട്ട് ശേഷം ഹറക്കത്താണ്. അതിന് പുറമെ തൊട്ട് ശേഷമുള്ള ഹറക്കത്ത് ഹംസാണ്. അവിടെ വലിയ മദ്ദിന്റെ ചിഹ്നമൊക്കെ ഇട്ട് കൊടുത്തിട്ടില്ലേ? വലിയ മദ്ദിന്റെ ചിഹ്നമൊക്കെ വലിയ മദ്ദിന്റെ ചിഹ്നമുണ്ട്. പക്ഷെ ഇതെന്താണ് ഈ ചിഹ്നം? സാധാരണ മദ്ദിന്റെ ചിഹ്നം അല്ലാലോ. പിന്നെ എന്ത് ചിഹ്നം അത്? സാധാരണ മദ്ദിന് വലുതായി തന്നെ ചിഹ്നം ഉണ്ടാവില്ല. ഇത് ചെറിയ വാവിന്റെ മേലെ ചെറിയൊരു ചിഹ്നമായിട്ട് കാണുന്നത്. അതന്നെ അത് എന്ന് പറഞ്ഞാൽ ഈ മദ് രണ്ടും ഒരേപോലെ തന്നെ ഒരേ ദൈർഘ്യത്തിൽ. ഈ മദ് എന്താണ്? മദ്ദുൽ മുത്തസിലാണ്, അല്ല മദ്ദുൽ മുൻഫസിലാണ്. മനസ്സിലായില്ലേ? മദ്ദുൽ മുൻഫസിൽ ഒരു പദത്തിന്റെ അവസാനത്തിൽ മദ്ദക്ഷരം വരുന്നു, തൊട്ടടുത്ത പദത്തിന്റെ തുടക്കത്തിൽ ഹംസ് വരുന്നു. മദ്ദുൽ മുൻഫസിലാണ്. അത് മദ്ദിന്റെ ചിഹ്നം ഇട്ട് കൊടുത്തിനല്ലോ. അത് എങ്ങനെ ഇട്ട് കൊടുത്താലും എല്ലായിടത്തും ഒരേപോലെ ഇടണമെന്നില്ല. അതെല്ലാം ഖുർആൻ പ്രിന്റ് ചെയ്യുന്ന ആൾക്കാർ ഓരോ രൂപത്തിൽ ചെയ്യും. നമുക്കത് വിഷയമല്ല. നമ്മൾ ഖുർആൻ്റെ പ്രിന്റ് നോക്കിയിട്ടല്ല, ഖുർആൻ്റെ നിയമം അനുസരിച്ചാണ് ഖുർആൻ ഓതേണ്ടത്. ഓരോ ടീമും ഓരോ രൂപത്തിൽ പ്രിന്റ് ചെയ്യും. അതൊരു ലിപിൻ്റെ ഇതാണ്. നമ്മൾ ഇത് ഹത്തുൻ നസ്ഖാണ്. ഈ പ്രിന്റ് നമ്മളിപ്പോൾ കാണിക്കുന്ന പ്രിന്റ് ഹത്തു നസ്ഖാണ്. ഇനി ഹത്തുർ റുക്കഈ ഉണ്ട്, ഹത്തു സുലുസി ഉണ്ട്, ഹത്തു ഷാമി ഉണ്ട്. ഏത് രൂപത്തിലും ഖുർആൻ പ്രിന്റ് ചെയ്യാം. ഓരോന്നിലും ഓരോ രൂപത്തിൽ ചിഹ്നം ഇട്ടെടുത്തിട്ടുണ്ടാവും. അതൊക്കെ നമുക്ക് വേറെ വിഷയം. അത് ഓരോ ഫോണ്ടുമായി ബന്ധപ്പെട്ട്, അറബി ലാംഗ്വേജിൽ ഒരു ഫോണ്ടുമായി ബന്ധപ്പെട്ട ചർച്ചകളാണ്. നിയമമുണ്ടോ? നിയമം ഏത് ഫോണ്ടാണെങ്കിലും സെയിമാണ്, നമ്മൾ പാലിക്കേണ്ട നിയമം. മനസ്സിലായില്ലേ? ചിഹ്നം നോക്കിയിട്ടല്ലേ. ഇനി ഒരു പ്രിന്റിൽ എന്ത് ചെയ്തിട്ടില്ല, ഇനി ഒരു പ്രിന്റ് നോക്കുന്ന സമയത്ത് ലറുഹുവിന് ശേഷം ഒന്നും ഇട്ട് കൊടുത്തിട്ടില്ല എങ്കിൽ നീട്ടണ്ടെന്ന് അർത്ഥം. നീട്ടണം. പ്രിന്റ് ഇട്ട് കൊടുത്തില്ല, ചിഹ്നം ഇട്ട് കൊടുത്തോ എന്നുള്ളതെല്ലാം നമുക്ക് വേറെ ചർച്ചയാണ്. ഇതെന്തിനു വേണ്ടിയിട്ടാണ്? നിയമം അറിയാത്ത ആളുകളായ സാധാരണക്കാർക്ക് നീട്ടി ഓതാൻ വേണ്ടിയിട്ടുള്ള ചിഹ്നമാണത്. ഇവിടെ ഒന്നും ഇട്ട് കൊടുത്ത് ലറുഹുവിന് ശേഷം ഒന്നും ഇട്ട് കൊടുത്തിട്ടില്ലെങ്കിൽ അവിടെ നീട്ടൽ നിർബന്ധമാണ്. കാരണം എന്ത് വന്നു?
തൊട്ട് മുമ്പും തൊട്ട് ശേഷം ഹർക്കത്തുണ്ട്, തൊട്ട് ശേഷമുള്ള ഹർക്കത്ത് ഹംസ ആയതുകൊണ്ട് നീട്ടൽ നിർബന്ധമായി. മനസ്സിലായി? അപ്പോൾ ഈ ചിഹ്നങ്ങളും നൂറ്റാണ്ട് ഓതിയ പ്രശ്നമൊന്നുമില്ല. മദ്ദുൽ മുൻഫസിലാണ്, പക്ഷെ നീട്ടണം, അവിടെ നീട്ടുക എന്നുള്ള നിയമമുണ്ട്. അപ്പോൾ ഈ ചിഹ്നവും കാര്യങ്ങളൊക്കെ സാധാരണക്കാർക്ക്, നിയമം അറിയാത്തവർക്ക് എളുപ്പത്തിൽ ഓതാൻ വേണ്ടി ഇട്ട് കൊടുത്തതാണ്, സുഗമമായിട്ട് ഓതാൻ വേണ്ടി ഇട്ട് കൊടുത്തതാണ്. പിന്നെ ഓദിക്ക. يا أيها الناس اتقوا ربكم إن زلزلة الساعة شيء عظيم يوم ترونها تذهل كل مرضعة عما أرضعت وتضع كل ذات يوم ترونها تذهل كل مرضعة كل مرضعة عما أرضعت وتضع كل ذات حمل حملها وترى الناس سكارى وما هم بسكارى അവിടെ ഉണ്ടല്ലോ وما هم بسكارى, മീമിനെ ശേഷം ബാ ഇഖ്ഫാ ചെയ്യണം. എന്താ വെച്ചാ മീമിന് ശേഷം ബാ വന്ന് ഇഖ്ഫാ. മീമിന്റെ നിയമമല്ലത്, സാക്കിനായ മീമിന്റെ നിയമമാണ്, ന്യൂനല്ല. പക്ഷെ മീമിന് ഇഖ്ഫാ ചെയ്യുമ്പോ എന്തായാലും ചുണ്ട് കൂട്ടണ്ടേ? വെറും തരിമുക്കുന്ന മാത്രമല്ലല്ലോ. ഇല്ല, ചുണ്ട് കൂട്ടണം. ചുണ്ട് കൂട്ടുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? മീമിന്റെ ചുണ്ടല്ല, ബായിന്റെ ചുണ്ട്. മീമിന്റെ മീമിന് വേണ്ടിയിട്ടുള്ള മീമിൽ നിന്നുള്ള തരിമൂക്കും ബായിന്റെ ചുണ്ടും, അതാണ് വമാ ഹും ബി എന്ന് പറയുമ്പോൾ. നമ്മൾ ഇഖ്ഫാ എന്ന് പറഞ്ഞാൽ മറച്ചു മണിക്കലല്ലേ, ഒന്നാമത്തെ അക്ഷരത്തെ മറക്കണം. അപ്പോൾ പിന്നെ നമ്മൾ ഒന്നാമത്തെ അക്ഷരത്തെ മറക്കുന്നെങ്കിൽ പിന്നെ മീമിന്റെ ചുണ്ട് വരുന്നുണ്ടല്ലോ. മീമിന്റെ ചുണ്ടല്ല, ബായിന്റെ ചുണ്ടാണ്. മീമിന്റെ മണിയും ബായിന്റെ ചുണ്ടും രണ്ടും ചുണ്ടെന്നല്ലേ വരുന്നത്, ബായും ചുണ്ടെന്നാണ് വരുന്നത്. മനസ്സിലായില്ലേ? ومن الناس من يجادل في الله بغير علم ويتبع كل شيطان مريد كتب عليه أنه من تولاه فأنه يضله ويهديه إلى عذاب السعير. സഈർ വേണ്ട, തൊട്ട് മുമ്പ് സാക്കിനല്ലേ, സാക്കിനായ ആണ്. ഹിർ ര ആണ്, കാരണം റായിന് സുക്കൂനായി, തൊട്ട് മുമ്പ് സാക്കിനായ. ര ആണോ വരുന്നത്? ര സഈർ അതാ വരേണ്ടത്, റാ വരരുത് എന്ന് പറഞ്ഞു, നിർപ്പിക്കണം. രണ്ടും ഇഖ്ഫാ, മണി മാത്രം. ريب من البعث فإنا خلقناكم من تراب ثم من نطفة ثم من علقة. ഒന്നുകൂടെ فإنا خلقناكم എല്ലാം നോക്കിയ ഷദ്ദുള്ള മീമ് ഇഖ്ഫാ, വീണ്ടും ഇഖ്ഫാ, വീണ്ടും ഷദ്ദുള്ള മീമ്, പിന്നെ ഇദ്ഗാം ബിഗുന്ന, വീണ്ടും ഇഖ്ഫാ, ഷദ്ദുള്ള മീമ്, ഒരുപാട് നിയമങ്ങളുണ്ട് അവിടെ.
فإنا خلقناكم من تراب ثم من نطفة ثم من علقة ثم من علقة ثم من علقة ثم من مضغة مخلقة مضاعة لا. وغير مخلقة مضاعة لا، مضغة غينان. ثم من مضغة مخلقة. ثم من مضغة مخلقة وغير مخلقة لنبين لكم ونقر في الأرحام ما نشاء إلى أجل مسمى ഇവിടെ നമ്മൾ ഇലാൻ്റെ അവിടെ നിർത്തിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ما نشاء إلى ചെറിയ മദ്. കാരണം വലിയ എല്ലാ മത്തും നിർത്തുന്നിടക്ക് ചെറിയ മത്തായിട്ട് നിർത്താൻ പാടുള്ളൂ. ഇവിടെ അതങ്ങനെ തന്നെ. ഇവിടെ നമ്മൾ സ്പെസിഫിക് ആയിട്ട് കാരണം പറയുന്ന സമയത്ത് വലിയ മദ്ദാക്കാനുള്ള കാരണം വന്നിട്ടില്ല. അതാണ് കാരണം. വലിയ മദ്ദാക്കാനുള്ള കാരണം ശേഷമുള്ള ഹംസ്. ആ ഹംസ് വരാണ്ട് പിന്നെ വലിയ മദ്ദാകുന്നത് എങ്ങനെ? മനസ്സിലായില്ല? അപ്പോൾ ഹംസോടൊപ്പം ചേരുമ്പോഴാണ് വലിയ മദ്ദാകുന്നത്. ഹംസ് ഇല്ലെങ്കിൽ ചെറിയ മദ്ദേ ഉള്ളൂ. ശേഷം ഹംസ് വന്നാൽ മാത്രമേ വലിയ മത്ത് വരുള്ളൂ. അങ്ങനെ മാത്രമല്ല, ഇവിടെയുള്ള കാരണമല്ലേ നമ്മൾ സുക്കൂന് കാരണമായിട്ട് പറഞ്ഞിട്ടുണ്ട്. മദ്ദുൽ ആയിരത്തിൻ്റെ അടുത്ത് സുക്കൂനല്ലേ, മദ്ദുൽ ലീൻ്റെ അടുത്ത് സുക്കൂനല്ലേ. ഇവിടെ മദ്ദുൽ മുൻഫസിലാണ്. മദ്ദുൽ മുത്തസിലിനും മദ്ദുൽ മുൻഫസിലിനും ഹംസാണ് കാരണം. മദ്ദുൽ ആരിദ്, മദ്ദുൽ ലീൻ, മദ്ദുൽ ലാസിമിനിക്ക് സുക്കൂനാണ് കാരണം വലിയ മദ്ദാക്കാൻ. ഇതിനെക്കുറിച്ച് കുറെ പഠിക്കാനുണ്ടല്ലേ, നമ്മളത് എടുത്തിട്ടില്ല എന്ന് തോന്നുന്നു. എടുത്തിട്ടില്ല? കുറച്ചേ ഓർമ്മയുള്ളൂ. ലീനിനെ പറ്റി പറഞ്ഞതേ ഓർമ്മ. പറയാം, നമ്മൾ അടുത്ത ക്ലാസ്സിൽ പറയാം. ونقر في الأرحام ما نشاء إلى أجل مسمى ثم نخرجكم طفلا. മുസമ്മ എന്ന് പറഞ്ഞാൽ ഇഖ്ഫാ വന്നു, മീമിൻ്റെ ഷദ് വന്നില്ല. മീമിൻ്റെ ഷദ് വന്നതിന് ശേഷം ഇഖ്ഫാ വരണം. സംശയം വന്നു അയാളെ യാഇന്റെ ഒരു കോലം മുസമ്മ എന്ന് പറഞ്ഞിട്ട് അത് അലിഫാണ്. അത് മീമിനെ ശേഷം ഇട്ട അലിഫ്, യാഇൻ്റെ കോലത്തിൽ അലിഫ് എഴുതിയത്. ഫത്തഹിൻ്റെ തൻവീനൊന്നും അലിഫ് ഉണ്ടാവുമല്ലോ, ആ അലിഫാണത്. إلى أجل مسمى ثم نخرجكم طفلا ثم لتبلغوا أشدكم ومنكم من يتوفى من يتوفى ومنكم من يتوفى ومنكم من يرد إلى أرذل العمر لكي لا يعلم من بعد علم شيئا وترى الأرض هامدة فإذا أنزلنا عليها الماء اهتزت وربت وأنبتت من كل زوج بهيج. فإذا أنزلنا عليها الماء اهتزت وربت وأنبتت وأنبتت من كل زوج മിൻകുല്ലി അല്ല കേട്ടോ, മിൻകുല്ലി. ഈ കാഫ് വരുന്ന സമയത്ത് നമ്മൾ നൂൻ്റെ ഉന്നത്ത് വരണം.
ഇഖ്ഫാ എന്ന് പറയുമ്പോൾ മിൻകുല്ലി കാഫിൽ വെച്ചിട്ട് മണിക്കരുത്. മിൻകുല്ലി എല്ലായിടത്തും അങ്ങനെ തന്നെ ഇഖ്ഫാ എന്നിടത്തൊക്കെ. وأنبتت من كل زوج بهيج. حسبك أحسنت مبروك بارك الله فيكم جميعا إن شاء الله. മദ് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയാം. ഇപ്പോൾ ഇന്ന് നമ്മൾ പറഞ്ഞ ക്ലാസ് ഹൗൽ ലമീറിൻ്റെ ഫുൾ പറഞ്ഞു, വളരെ ചുരുക്കിയിട്ട് സമ്മറി ആക്കിയിട്ട് ഫുൾ പറഞ്ഞു തന്നിട്ടുണ്ട്. അത് മറക്കരുത് ഇനി. ഹൗൽ ലമീർ അതിൻ്റെ ഉദാഹരണ സഹിതം എന്താണ് ഹൗൽ ലമീർ, ഹൗൽ ലമീറിൻ്റെ അർത്ഥം എന്താണ്, ഹൗൽ ലമീറിന് എങ്ങനെയാണ് ഹർക്കത്ത് വരുന്നത്, ഹൗൽ ലമീറിനെ എപ്പോഴാണ് നീട്ടേണ്ടത്, എപ്പോഴാണ് കുറച്ച് നീട്ടേണ്ടത്, എപ്പോഴാണ് കൂടുതൽ നീട്ടേണ്ടത് ഒക്കെ നമ്മൾ പറഞ്ഞു. അത് കംപ്ലീറ്റ്. ഇനി എവിടെ ചോദിച്ചാൽ അത് കിട്ടണം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. വഅലൈക്കും സലാം.